അഗ്നിജ്വാല എ ഡീപ് ലവ് സ്റ്റോറി ഭാഗം 185. പിന്നെ കുഞ്ഞ, ഇതാട്ട നമ്മുടെ കുളം. ഞാൻ പറഞ്ഞില്ലായിരുന്നോ? പെട്ടെന്ന് ഓർത്തതുപോലെ അഗ്നി പറഞ്ഞു. ഏ, ഇതായിരുന്നോ? ജ്വാല കണ്ണു വിടർത്തി അടഞ്ഞുകിടക്കുന്ന ഡോറിലേക്ക് നോക്കി. മുഖം അതുപോലെ തന്നെ മങ്ങിപ്പോയി. ഷോ, ഇത് പൂട്ടിട്ടിരിക്കാണല്ലോ ദേവേട്ട, എനിക്കിതൊന്ന് കാണണമെന്നുണ്ടായിരുന്നു. അവള് വിഷമത്തോടെ പറഞ്ഞു. ഇപ്പൊ അങ്ങോട്ട് പോകുന്നത് അപകട കുഞ്ഞ. മഴയൊക്കെ പെയ്താകെ വഴുക്കലായിട്ടുണ്ടാവും അവിടെയെല്ലാം. അവൻ സ്നേഹത്തോടെ അവളെ പറഞ്ഞു മനസ്സിലാക്കി. എന്നാലും നിക്ക്, നമുക്ക് പതിയെ അച്ഛമ്മയോട് ചോദിച്ച് താക്കോല് വാങ്ങിക്കാട്ടോ. എന്തായാലും ഇവിടെ നിന്ന് പോകുന്നതിന് മുന്നേ നിനക്ക് ഇവിടെ കാണിച്ചു തന്നിരിക്കും ഞാൻ. അഗ്നി വാക്ക് നൽകി. അത് മതി. ജ്വാലയ്ക്ക് സന്തോഷമായി. മഴയുടെ ശക്തിയൊന്നു കൂടി. അതിനനുസരിച്ച് ഇരുവരുടെയും ദേഹത്തേക്ക് മഴച്ചീത്താല് നന്നായി അടിക്കുന്നുണ്ട്. എത്രയൊക്കെ ഒതുങ്ങി നിന്നിട്ടും ഇരുവരുടെയും ദേഹം ഒന്നാകെ നനഞ്ഞുപോയി. അവളെ നോക്കിയ 33കാരനിൽ അവളോട് മോഹം കൂടി. എന്താ ദേവേട്ടാ? മഴയിലേക്ക് കൈനീട്ടി ചിരിയോടെ നിൽപ്പായിരുന്ന ജ്വാലയുടെ നോട്ടം എപ്പോഴോ അഗ്നിയിലെത്തി. അവന്റെ നോട്ടം കണ്ട് വിക്കിക്കൊണ്ട് അവളെ വിളിച്ചു ചോദിച്ച് തീരുമ്പോഴേക്കും ഇടുപ്പോടെ ചുറ്റി അവളെ തന്നിലേക്ക് ചേർത്ത് പിടിച്ചിരുന്നു അഗ്നി. ജ്വാല പിടപ്പോടെ അവനെ നോക്കി. എന്താ? തന്നെ ആകെ മുറുകെ ശരീരത്തിലേക്ക് ചേർത്തവന്റെ നെഞ്ചിൽ കൈവച്ച് ചോദിക്കുമ്പോൾ അവളുടെ അതരം വിറപ്പൂണ്ടിരുന്നു. അഗ്നിയുടെ നോട്ടവും ആ ചുണ്ടുകളിൽ തന്നെയാണ്. ദേവേട്ട. ശ്വാസം കനത്തുകൊണ്ട് അവൾ ഒന്ന് വിളിച്ചതേയുള്ളൂ. പക്ഷെ അപ്പോഴേക്കും അഗ്നി അവളുടെ ചുണ്ടുകളെ തന്റെ ചുണ്ടുകളാൽ ബന്ധിച്ചു കഴിഞ്ഞിരുന്നു. ജ്വാല ഒന്ന് ഞെട്ടിയെങ്കിലും ആ ചുംബനത്തിൽ ലയിച്ചവളും അവനെ തിരികെ ചുംബിച്ചു. ആകെ നനഞ്ഞു നിൽക്കുന്ന ഇരുമേനികളും വല്ലാതെ പരസ്പരം ഒട്ടി. സാധാരണ പോലെ തുടങ്ങിയ ചുംബനത്തിൽ അഗ്നിക്ക് ഇന്നോളല്ലാത്തൊരു ആവേശം കൂടിയതുപോലെ. അവളുടെ ഇരുനിളങ്ങളെ ശ്വാസം മുട്ടിക്കും പോലെ ചുംബിക്കുന്നവന്റെ നെഞ്ചിടിപ്പ് തന്റെ ദേഹത്ത് അറിഞ്ഞു ജ്വാല. അവന്റെ തോളിൽ അവളുടെ കൈ മുറുകി. ആ 33കാരന്റെ ആവേശം അവളിൽ വേറെന്തൊക്കെയോ വികാരങ്ങൾ നിറയ്ക്കാൻ തുടങ്ങിയിരുന്നു. ദേഹം ആകെ കോരിത്തരിക്കുന്നു. അഗ്നി പെട്ടെന്ന് അവളുടെ കഴുത്തിലേക്ക് മുഖം ചേർത്തു. ജ്വാല ഏങ്ങിക്കൊണ്ട് തല പുറകിലേക്ക് മലർത്തി. തന്റെ കഴുത്തിൽ പറ്റിപ്പിടിച്ച മഴത്തുള്ളികളെ അവന്റെ ചുണ്ടുകൾ പുണരുമ്പോൾ ദേവേട്ട എന്നൊരു ആർത്തനാദം ഉയർന്നു പോയവളിൽ. ആ വിളിയിൽ അഗ്നിയുടെ പല്ലുകൾ പോലും അവളുടെ കഴുത്തിൽ സ്നേഹമുദ്ര ചാർത്തിയിരുന്നു. എന്നാൽ ദന്തങ്ങളുടെ നോവിലും തന്നിൽ മറ്റെന്തൊക്കെയോ തോന്നുന്നത് ജ്വാലയെ അറിയുന്നുണ്ടായിരുന്നു. അവനെ ഒന്ന് പുണരാൻ, ദേവേട്ട എന്ന് പിന്നെയും വിളിക്കാൻ. ശബ്ദമെടുത്ത് അവനെ വിളിക്കണമെന്നുണ്ടായിരുന്നിട്ടും ശബ്ദം പുറത്തേക്കും വരുന്നുണ്ടായിരുന്നില്ല. അഗ്നിയുടെ മുഖം അവളുടെ കഴുത്തിൽ നിന്ന് മാറിടത്തിലേക്ക് നീങ്ങുന്നതറിഞ്ഞതും വിറയലോടെ ജ്വാല കണ്ണുകൾ വെട്ടിത്തുറന്നു. പക്ഷെ അപ്പോഴേക്കും അവിടെയും ചേർന്നു പോയവന്റെ മുഖം. നനഞ്ഞ മേനിയിൽ അവൻ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. അവളെ ആകെ പരവശപ്പെടുത്തി കളഞ്ഞു അഗ്നി. ദേവേട്ട. ഒടുക്കെ എങ്ങനെയൊക്കെയോ അവള് വിളിച്ചു. പക്ഷെ അഗ്നി എന്തുകൊണ്ടോ ആ പെണ്ണിൽ ഉയരുന്നൊരു ശബ്ദവും അറിയുന്നില്ലായിരുന്നു. അവന്റെ കൈകൾ അവളുടെ കൈകളിൽ മുറുകിയിരുന്നു ഇത്രയും നേരം. പക്ഷെ പെട്ടെന്ന് അഗ്നിയുടെ കൈകൾ അവളുടെ കൈകളെ മോചിപ്പിച്ചുകൊണ്ട് അവളുടെ ടീഷർട്ടിനുള്ളിലേക്ക് നീങ്ങി. ജ്വാല പകച്ചുപോയി. വയറിൽ നിന്നും 1000 ചിത്രശലഭങ്ങൾ പറക്കുന്നത് പോലെ. പക്ഷെ തന്നെ കൂടുതൽ അവളിലേക്ക് ചേർത്ത പെണ്ണിന്റെ കൈകളുടെ മുറുക്കം അഗ്നിയുടെ കൺട്രോൾ പൂർണ്ണമായും തെറ്റിച്ചു കളഞ്ഞു. അടുത്ത നിമിഷം അഗ്നിയുടെ കൈകൾ ജ്വാലയുടെ വയറിൽ നിന്ന് താഴേക്കിറങ്ങി. ജ്വാലയ്ക്കൊന്ന് ചിന്തിക്കാൻ കഴിയും മുന്നേ അവന്റെ കൈകൾ അവളുടെ സ്കേർട്ടിനകമേക്ക് നീങ്ങിയിരുന്നു. ജ്വാല വിറച്ചുപോയി. ശരീരം ഒന്നാകെ ഒരു മിന്നൽ പിണർ പാഞ്ഞു കയറിയതുപോലെ. ഇന്നോൾ അഗ്നിയുടെ കൈകൾ നീങ്ങിയിട്ടില്ലാത്ത ഇടം. കുഞ്ഞാ. അഗ്നി വല്ലാത്തൊരു ശബ്ദത്തിൽ അവളെ വിളിച്ചു. പക്ഷെ ജ്വാലയാകെ സ്തംഭിച്ചു നിൽക്കുകയായിരുന്നു. അഗ്നിയുടെ ദൃഢമായ കൈയുടെ ചൂട് ഇപ്പോൾ എവിടെയാണെന്നറിഞ്ഞതും ഒരു നിമിഷത്തെ തോന്നലിൽ ഞെട്ടലോടെ അവൾ അഗ്നിയെ തന്നീന്ന് തള്ളി മാറ്റി. അഗ്നി പുറകിലേക്ക് വേച്ചുപോയി. അടുത്ത സെക്കൻഡിൽ അവനും ഞെട്ടിപ്പോയി. അതേ ഞെട്ടലോടെ അവൻ ജ്വാലയെ നോക്കിയതും നിറഞ്ഞ കണ്ണുകളോടെ തന്നെ നോക്കുന്നവളെ കണ്ട് അഗ്നിയാകെ വല്ലാതായി. താൻ എന്താണ് ചെയ്തത് എന്ന ബോധം വന്നപ്പോഴേക്കും പിടിവിട്ടുപോയി. അവന്റെ മുഖം ദയനീയമായി. ജ്വാല അഗ്നിയെ നോക്കിക്കൊണ്ട് തന്നെ ചുമരിലേക്ക് ചാരി നിന്നു. കണ്ണുകൾ അപ്പോഴും നിറയുന്നുണ്ട്. അഗ്നിയുടെ കണ്ണുകളും കലങ്ങിപ്പോയി. അവളുടെ മുഖത്തെ പരിഭ്രമം, പേടി എല്ലാം അവൻ വ്യക്തമായി കണ്ടു. കുഞ്ഞാ. അഗ്നി അത്രയും നേരത്തെ ശ്വാസക്കനപ്പിലും ഇടർച്ചയോടെ വിളിച്ചു. ജ്വാല പക്ഷെ അവനെ നോക്കിയില്ല. കുഞ്ഞാ, ഞാൻ അറിയാതെ പെട്ടെന്ന്, സോറി. അവൻ വിഷമത്തോടെ പറഞ്ഞുകൊണ്ട് അവളുടെ കവിളിൽ കൈ ചേർത്തു. ജ്വാല പെട്ടെന്ന് ആ കൈകളെ തട്ടിമാറ്റി അവനെ ഉറ്റുനോക്കി. കുഞ്ഞാ, സോറി. അവൻ വീണ്ടും പറഞ്ഞു. ഒപ്പം അവളെ ചേർത്തു പിടിക്കാനൊരുങ്ങി. പക്ഷെ പെട്ടെന്ന് ജ്വാല അവനെ തള്ളിമാറ്റി മഴയിലൂടെ ഇറങ്ങി തറവാട്ടിലേക്ക് ഓടി. കുഞ്ഞാ. അഗ്നി വിളിച്ചു. ജ്വാല വിളി കേട്ടെങ്കിലും മഴയെപ്പോലും വകവയ്ക്കാതെ മുന്നോട്ട് തന്നെ ഓടിയിരുന്നു. അഗ്നി തലയ്ക്ക് കൈകൊടുത്തുപോയി. എന്റെ മഹാദേവ, ഞാൻ എന്തിപ്പോ ചെയ്തേ? അവൻ തലമുടിയിൽ വിരൽ മുറുക്കി. കണ്ണുകൾ ഇറുക്കിയടച്ചു. ജ്വാലയെ താൻ എന്തൊക്കെയാണ് ചെയ്തതെന്ന് അവന് വ്യക്തമായി തന്നെ ഓർമ്മ വന്നു. നിമിഷങ്ങളോളം അതേ നിൽപ്പ് നിന്നുപോയി അഗ്നി. പതിയെ കണ്ണു തുറന്ന അവന്റെ കണ്ണുകളിൽ വല്ലാത്തൊരു തിളക്കം. ചുണ്ടിൽ വശ്യമായൊരു ചിരി. അഗ്നി സ്വയം തന്റെ കീഴ്ചുണ്ടിൽ പല്ലുകൾ അമർത്തിപ്പോയി. ചെയ്തത് കുറച്ചു കൂടിപ്പോയി. അവള് പേടിച്ചു കാണും ചിലപ്പോ.
പക്ഷേ എൻ്റെ ഭാര്യയല്ലേ അവള്. അവൾ അറിയണ്ടേ എൻ്റെ മനസ്സ്. ഇങ്ങനൊക്കെ തന്നെയല്ലേ? അഗ്നി ചിരിയോടെ നെഞ്ചിൽ കയ്യമർത്തി. അതെ, അറിയണം. എൻ്റെ പ്രണയത്തിന്റെ തീവ്രത എത്രമാത്രം ആയിരിക്കുമെന്ന് അവൾ അറിയണം. ഇതൊരു തുടക്കം മാത്രമാണെന്നും. അഗ്നിക്ക് അപ്പോഴും ചിരിയാണ്. പെട്ടെന്നെന്തോ ഓർത്തതുപോലെ അവൻ അവന്റെ വലത് കൈ ഉയർത്തി അതിലേക്ക് തന്നെ നോക്കി. അല്പം മുൻപ് കയ്യിലെറിഞ്ഞ ഇളം ചൂട്. അഗ്നിയുടെ മുഖം ചുവന്നുപോയി. അവന് വല്ലാത്തൊരു പരവേശം തോന്നി. എന്റെ അഗ്നി, എന്നാൽ ഇത്രയും കാത്തിട്ടും എന്തിനായിരുന്നു ഇപ്പൊ ഇങ്ങനൊരു ആക്രമണം? അവൻ അവനോട് തന്നെ ചോദിച്ചു. എന്റെ അല്ലേ അവൾ അറിഞ്ഞോട്ടെ എന്നെ. ഇനി എന്തായാലും കാത്തിരിപ്പ് കൂടുതൽ നീളില്ലല്ലോ. അപ്പൊ അല്പം വെപ്രാളത്തോടെയാണെങ്കിലും അവളെന്റെ മനസ്സറിയണം. അതിൽ നിറഞ്ഞു നിൽക്കുന്ന പ്രണയവും അവളിലേക്ക് അലിയാനുള്ള കൊതി അറിയണം. അവൻ സ്വയം അവനെ ന്യായീകരിച്ചു. പക്ഷെ ജ്വാല കണ്ണു നിറച്ചുകൊണ്ടാണ് ഓടിപ്പോയതെന്ന് ഓർക്കവേ അവന്റെ മുഖം മങ്ങിപ്പോയി. ഇത്രയും വേണ്ടായിരുന്നോ? അവൻ ആലോചിച്ചു. പെട്ടെന്ന് അവൾ അങ്ങനെയൊക്കെ കണ്ടപ്പോ ചെയ്തതും പറഞ്ഞതും എന്താണെന്നൊന്നും അപ്പൊ അറിഞ്ഞിരുന്നില്ല. കൈകൾ പോലും എവിടെയെല്ലാം സഞ്ചരിക്കാൻ ഒരുങ്ങിയിരുന്നു എന്ന് ഇപ്പോഴാ ഓർത്തെടുക്കുന്നേ. അവനല്പം ടെൻഷൻ തോന്നി. എന്റെ മഹാദേവ, പെണ്ണിനി ആരോടെങ്കിലും ഇത് പോയി പറയോ? അഗ്നിയുടെ മുഖം ദയനീയമായി. എന്നാ നീ തീർന്നടാ അഗ്നി. വെപ്രാളത്തോടെ പറഞ്ഞുകൊണ്ട് അവൻ നിലത്ത് വീണുപോയ അവന്റെ ഷർട്ട് നോക്കി. ഇതൊക്കെ എപ്പോ അഴിഞ്ഞുപോയി? അവൻ ഓർത്തു നോക്കി. എപ്പോഴോ ജ്വാലയുടെ വിരലുകൾ തന്റെ ഷർട്ടിന്റെ ബട്ടണിൽ പിടിച്ചത് അവൻ അറിഞ്ഞിരുന്നു. ആ പെണ്ണിന്റെ പണി തന്നെയാവും. അവൻ പെട്ടെന്ന് അതെടുത്ത് ധരിച്ച് അവനും മഴയിലൂടെ ഇറങ്ങി ഓടി. എന്റെ കുട്ടി, ഇത് എവിടെ നിന്ന് എങ്ങനെ നനഞ്ഞോണ്ട് ഓടി വരണേ? ഉള്ള മഴയൊക്കെ കൊണ്ടുപോലോ. മഴയിൽ നനഞ്ഞു കുളിച്ചുകൊണ്ട് ഉമ്മറത്തേക്ക് ഓടിക്കേറിയ ജ്വാലയെ കണ്ട് വസുന്ധര അമ്പരപ്പോടെ ചോദിച്ചു. കുടുംബവിശേഷങ്ങൾ പറഞ്ഞിരിക്കുകയായിരുന്ന ചിത്തു മോഹനും ചന്ദ്രനും വനജയും രേഖയും മധുവും സുരേഷും മായയുമെല്ലാം ജ്വാലയെ തന്നെ ഉറ്റു നോക്കുന്നുണ്ട്. ജ്വാല എല്ലാവരെയും മുഖമുയർത്തി നോക്കി. അവളുടെ കണ്ണുകൾ കലങ്ങിയിരുന്നു. എന്താ മോളെ, മോള് കരഞ്ഞോ? എന്തു പറ്റി? കണ്ണൻ എവിടെ? രേഖ പെട്ടെന്ന് അരത്തിണ്ണയിൽ നിന്ന് എഴുന്നേറ്റു. ജ്വാല അവരെയൊന്ന് നോക്കിക്കൊണ്ട് മറുപടി ഇല്ലാതെ പെട്ടെന്ന് അകത്തേക്ക് ഓടിപ്പോയി. എല്ലാവരുടെയും മുഖം ചുളിഞ്ഞു. ഈ കുട്ടിക്ക് ഇത് എന്തു പറ്റി? വസുന്ധര താടിക്ക് കൈകൊടുത്തുപോയി. എന്നാൽ അതേ നിമിഷം തന്നെ ജ്വാലയെപ്പോലെ ആകെ നനഞ്ഞു കുതിർന്ന് ഉമ്മറത്തേക്ക് ഓടിക്കേറിയ അഗ്നിയെ കണ്ട് മോഹന്റെ ചിത്തുവിന്റെയും മുഖം സംശയത്താൽ ചുളിഞ്ഞു. കുഞ്ഞനെവിടെ? അഗ്നി ചോദിച്ചു. ഒപ്പം തലമുടിയിലെ വെള്ളം കുടഞ്ഞു കളയാൻ ചെയ്യുന്നുണ്ട്. എല്ലാവരും അവനെ സൂക്ഷിച്ചു നോക്കി നിൽക്കുകയാണ്. ചോദിച്ചു കേട്ടില്ലേ, എന്റെ ഭാര്യ എവിടെയെന്ന്? അവന്റെ ശബ്ദമുയർന്നു. മായ യാന്ത്രികമായി പെട്ടെന്ന് അകത്തേക്ക് വിരല് ചൂണ്ടി. അഗ്നി വേഗം അകത്തേക്ക് പാഞ്ഞു. അതെ, ഒന്നവിടെ നിന്നേ. അകത്തേക്ക് വേഗത്തിൽ നടക്കുന്ന അഗ്നിക്ക് പിറകെ ചെന്നുകൊണ്ട് മോഹൻ അവനെ വിളിച്ചു. അഗ്നി എന്തായെന്ന പോലെ അയാളെ തിരിഞ്ഞു നോക്കി. മോഹൻ അവനെ ആകെ മൊത്തം ചൂഴ്ന്നു നോക്കുന്നുണ്ട്. എന്താ? അയാളുടെ നോട്ടം കണ്ട് അവൻ ഗൗരവത്തിൽ ചോദിച്ചു. എന്താ? അത് ഞങ്ങളല്ലേ നിന്നോട് ചോദിക്കേണ്ടേ? മോഹൻ പുരികമുയർത്തി. അപ്പോഴേക്കും ഉമ്മറത്തുണ്ടായിരുന്ന എല്ലാവരും അകത്തേക്ക് എത്തിയിരുന്നു. അച്ഛനിപ്പോ എന്താ വേണ്ടേ? ജ്വാലയൊന്ന് കാണാനുള്ള വെപ്രാളത്തിൽ അവന്റെ ശബ്ദം ഉയരുന്നുണ്ട്. എനിക്കല്ലല്ലോ വേണ്ടേ, നിനക്കല്ലേ വേണ്ടേ നിന്റെ ഭാര്യയെ? സത്യം പറയടാ, അവൾ എന്തിനാ മഴയത്ത് ഓടിക്കതച്ച് വന്നേ? അയാളുടെ കണ്ണു ചുരുങ്ങി. ആ ചോദ്യത്തിൽ അഗ്നിയൊന്ന് പതറിയോ? അവനെ നോക്കി നിന്നവർക്കെല്ലാം അങ്ങനെ തോന്നി. അത് മഴ മഴ കണ്ടപ്പോ പെട്ടെന്ന്. അഗ്നി വിക്കി. അതെ, മഴ ആദ്യമായിട്ട് കാണാണല്ലോ മോള്. കണ്ണാ, തമാശ കളിക്കല്ലേ നീ. സത്യം പറയടാ, മോൾ ഇങ്ങനെ മഴയിലൂടെ ഓടി വരാനും വേണ്ടി എന്താ ഉണ്ടായേ? കുട്ടി കരയുന്ന പോലെ തോന്നി. കണ്ണൊക്കെ കലങ്ങിയിരുന്നു. ചിത്ത് ദേഷ്യത്തോടെയും വിഷമത്തോടെയും പറഞ്ഞു നിർത്തവേ അഗ്നി ആകെ വല്ലാതായി. കൂടാതെ ചുറ്റുള്ളവരുടെ നോട്ടവും. എന്താ കുട്ടിയെ, എന്താ കാര്യം? വസുന്ധരയുടെ വക കൂടി ചോദ്യമെത്തി. ഒന്നുമില്ല അച്ചമ്മേ, അവള് കാര്യമൊന്നും ചെയ്തിട്ടില്ല. അത് മഴയത്തോട് ഓടി വന്നപ്പോ കണ്ണ് കലങ്ങിയതുപോലെ നിങ്ങൾക്കൊക്കെ തോന്നിയതാവും. എല്ലാവരും ഒന്ന് അവിടെ പോയി ഇരുന്നേ, ഞാൻ അവളെ കണ്ടിട്ട് വരാം. അത്രയും പറഞ്ഞ് ആരുടെയും മറുപടിക്ക് കാത്തു നിൽക്കാതെ അവൻ മുകളിലേക്ക് നടന്നു. വസുന്ധര മോഹനെ ചിത്തുവിനെ ഒന്ന് നോക്കി. അവനവളെ വഴക്കൊന്നും പറയാറില്ല അമ്മേ. ചിലപ്പോ കണ്ണൻ പറഞ്ഞതുപോലെ തന്നെ ആയിരിക്കും. നമുക്ക് തോന്നിയതാവും. ചിത്തു പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ആ, അങ്ങനെ ആയാ മതി. എൻ്റെ കുട്ടികളെന്നും സന്തോഷത്തോടെ ഇരിക്കണേ എൻ്റെ ദേവി. അച്ചമ്മ നെഞ്ചിൽ കൈവച്ച് പ്രാർത്ഥിച്ചു. മോഹനും ചിത്തുവും അത് കേട്ട് ചിരിച്ചു. എല്ലാവരും വീണ്ടും ഉമ്മറത്തേക്ക് തന്നെ നടന്നു. ശ്രീജയും മാനസിയും കുട്ടികളൊന്നും ഇങ്ങോട്ട് വന്നില്ലല്ലോ അമ്മേ. കുറെ നേരമായാലും അകത്തേക്ക് പോയിട്ട് എല്ലാത്തുങ്ങളും. മായ സംശയത്തോടെ ചോദിച്ചു. ആ, പിള്ളേരുടെ കൂടെ ഇരിപ്പുണ്ടാവും. രണ്ടും കാണുന്നത് പോലെ നല്ലല്ലോ. നല്ല വികൃതികളാ, അവരുടെ പിന്നാലെയാവും. വസുന്ധര ചിരിയോടെ പറഞ്ഞതും എല്ലാവരിലേക്കും ആ ചിരി പരന്നു. അല്ലേട്ടത്തി, കുട്ടികളുടെ കാര്യം പറഞ്ഞപ്പോഴാ, കണ്ണന്റെ ജ്വാലയുടെ വിവാഹം കഴിഞ്ഞിട്ടിപ്പോ 1 വർഷത്തോളം ആവാറായില്ലേ? മോൾക്ക് വിശേഷമൊന്നും, അതോ ഇപ്പൊ വേണ്ടാന്ന് വെച്ചിട്ടാണോ? ചോദിക്കണോ വേണ്ടയോ എന്ന് ഒരുപാട് ആലോചിച്ച് ഒടുവിൽ രേഖയിൽ നിന്നും അങ്ങനൊരു ചോദ്യമുയർന്നു. ചിത്തു അവരെ ഒന്ന് നോക്കി. അത് നേരെ ഏട്ടത്തി, ഞാനും ചോദിക്കണമെന്ന് കരുതിയതാ. ഇപ്പൊ വേണ്ടാന്ന് വെച്ചതാണെങ്കിൽ ഒരു കുഞ്ഞെങ്കിലും വേഗം ആവുന്നതാ ഏട്ടത്തി നല്ലത്. ജ്വാല കുട്ടിയാ, പക്ഷെ കണ്ണന് 34 വയസ്സാവാറായി. അത് മറക്കണ്ട. ഞങ്ങൾക്ക് അവന്റെ കുഞ്ഞിനെ കൂടി ഒന്ന് കൊഞ്ചിക്കാൻ ആഗ്രഹമുണ്ട്. മായ അവരുടെ മനസ്സിലുള്ള ആഗ്രഹവും മറച്ചു വെച്ചില്ല.
പക്ഷെ ചിത്തുവും മോഹനും ചിരിച്ചതേയുള്ളൂ. കുഞ്ഞോ, നിങ്ങൾക്ക് രണ്ടാൾക്കും ഇത് എന്താ? കുഞ്ഞിന്റെ കാര്യവും പറഞ്ഞ് കണ്ണന്റെ അടുത്തേക്ക് ചെന്നാലും മതി, ഓടിക്കവൻ ഞങ്ങളെ. ചിത്തു ചിരിയോടെ പറഞ്ഞു. മായയും രേഖയും അവരെ സംശയത്തോടെ നോക്കി. അത് നേരാ, ഏതു നേരം ജ്വാല അവന്റെ കുഞ്ഞാണെന്നും പറഞ്ഞ് നടക്കുന്നവനോട് അവർക്കൊരു കുഞ്ഞിനെ വേണമെന്ന് ഇവിടെ എല്ലാവർക്കും ആഗ്രഹമുണ്ടെന്ന് പറയേണ്ട താമസേ ഉള്ളൂ. എന്റെ മകനായതുകൊണ്ട് പറയല്ല, എല്ലാത്തിനും കേൾക്കും അവന്റെ വായിന്ന്. മോഹനും പറയുമ്പോ ചിരിയാണ്. അപ്പൊ നിങ്ങൾക്ക് ആഗ്രഹല്ലേ അവരുടെ മക്കളെ കാണാൻ? സുരേഷ് ചോദിച്ചു. ആഗ്രഹമില്ലാതിരിക്കോ? ഒരുപാട് ആഗ്രഹമുണ്ട്. പക്ഷെ ഇപ്പൊ തന്നെ അവര് ഞങ്ങൾക്ക് ഒരു കുഞ്ഞിനെ തന്നേ മതിയാവുന്ന വാശിയൊന്നും ഞങ്ങൾക്കില്ല. കണ്ണൻ അവളെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. സത്യം പറഞ്ഞാ അവര് ജീവിച്ചു തുടങ്ങിയിട്ടേ ഉള്ളൂ. എന്റെ മോൻ ഒരുപാട് ആഗ്രഹിച്ചതാ അവളെ. അതുകൊണ്ട് തന്നെ കയ്യിൽ കിട്ടിയപ്പോ അത്രയും നന്നായി തന്നെ അവൻ അവളെ നോക്കുന്നുണ്ട്. അവര് ജീവിക്കട്ടെ. ഞങ്ങൾക്കൊരു പേരക്കുട്ടിയെ തരണമെന്ന് അവർക്ക് എന്നാണ് തോന്നുന്നത്, അതുവരെ ഞങ്ങൾ കാത്തിരിക്കും പ്രതീക്ഷയോടെ. മകന്റെ കാര്യം പറയവേ അവനെക്കുറിച്ച് ഓർത്ത് സന്തോഷം കൊണ്ട് ചിത്തുവിന്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. അത് മനസ്സിലാക്കിയ പോലെ മോഹനും അവരെ ചേർത്ത് പിടിച്ചു. എല്ലാവർക്കുള്ള ചോദ്യത്തിന് കൂടിയുള്ള മറുപടിയായിരുന്നു അത്. എങ്കിലും അഗ്നിയുടെ ജ്വാലയുടെ മനസ്സിൽ എന്താണെന്ന് കൂടി അറിയണമെന്നൊരു ആകാംക്ഷ ചിത്തു പറയുന്നതും കേട്ട് ഹാളിലേക്ക് വന്ന ശ്രീജയിൽ ആ നിമിഷം നിറഞ്ഞിരുന്നു. തുടരും.